തോന്നുന്നുണ്ടോ ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ്, പ്രതിയോഗികളുടെ തന്ത്രമാണ്, ഷാഫി പറമ്പിലിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണ്, ഒരു സുഹൃത്ത് എന്ന നിലയിൽ മാത്രമേ ഉള്ളൂ, അതല്ലാതെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തതിന് ശേഷം ആ വ്യക്തിയെ എ പാലക്കാട്ട് വീണ്ടും കൊണ്ടുവരുവാനുള്ള ശ്രമമൊന്നും ഷാഫിയുടെ ഭാഗത്ത് നടക്കുന്നില്ല. പിന്നെ ഷാഫി രാഹുലിനെ അനുകൂലിക്കുന്നില്ല, രാഹുലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഡിവൈഎഫ്ഐയുടെ ഈ സമരമൊക്കെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വടകരയിലോ കണ്ടത് അതൊന്നും ഇല്ല എന്നാണ് ബി റജി പറയുന്നത്. ശ്രീ മഞ്ജുഷ്, ശ്രീ ഷാഫി പറമ്പിലിനെ ഈ വിഷയത്തിൽ ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, അദ്ദേഹത്തിനെതിരെ അസഭ്യം പറയുക, ഇതൊക്കെ തന്നെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. കാരണം ഇവിടെ ആരോപണം നേരിടുന്നത് ഷാഫി അല്ല. ഷാഫി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ഗോഡ് ഫാദർ ആയിരുന്നിരിക്കാം. പക്ഷേ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിലിന് നേരെയുള്ള ആരോപണങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ശ്രീ ഷാഫി പറമ്പിൽ ഒരു പാർട്ടിയാണ് എന്ന രീതിയിലോ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു എന്ന രീതിയിലത്തേക്കോ പൊതുസമൂഹത്തിന് വിശ്വസനീയമായിട്ടുള്ള ഒരു തെളിവുകളും നമുക്കില്ലാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ ഒരു കൂട്ടുപ്രതി എന്ന കണക്ക് ആക്ഷേപിക്കുകയോ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സം ഏർപ്പെടുത്തുകയോ അദ്ദേഹത്തിന് നേരെ അസഭ്യ വർഷം നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇവിടെ ശ്രീ റെജി ഇവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ആശങ്ക പങ്കുവച്ചു. നിരവധി ആൾക്കാർക്ക് എം പി എന്ന നിലയിൽ തുടർന്നും സമീപിക്കേണ്ടുന്ന ആളാണ് ശ്രീ ഷാഫി പറമ്പിൽ എന്നതിൽ അദ്ദേഹത്തിന് ആശങ്കയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലാണെങ്കിലും വരും. അവിടെയൊക്കെ തന്നെ അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നൊക്കെയാണ് അദ്ദേഹം ആ പറയുന്നതിൻ്റെ പൊരുൾ. ഞാൻ ചോദിക്കുന്നത് അതേപോലെ തന്നെയല്ലേ പാലക്കാട്ടുള്ള ആൾക്കാർക്കും? അവർക്കും അവരുടെ MLA-യെ ഇതേപോലെ തന്നെ സ്വതന്ത്രമായി സമീപിക്കുന്നതിനുള്ള, ആ MLA-ക്ക് അവിടെ സ്വതന്ത്രമായി ഇടപെടുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ കോൺഗ്രസ് ഡിസോൺ ചെയ്തിരിക്കുന്ന താൽക്കാലികമായിട്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, അവിടെ ഒരു MLA-യുടെ ഗ്യാപ്പ് ഇല്ലാതെ ഇരിക്കുക, അതൊരു നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വേക്കൻറ്റ് സീറ്റാണ് എന്ന് തോന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിന് എന്ത് ധാർമ്മികതയാണ്, എന്ത് ഉത്തരവാദിത്തമാണുള്ളത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങളിങ്ങനെ പൂർണ്ണമായിട്ടും വടകര MP-യുടെ കാര്യത്തിലേക്ക് മാത്രമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പാലക്കാട് MLA ഇപ്പോൾ അദ്ദേഹം MLA എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ടോ? പാലക്കാട്ടെ ജനങ്ങൾക്ക് അദ്ദേഹം ആക്സസിബിൾ ആണോ? അവിടെയുള്ള അമ്മ പെങ്ങന്മാരെ അദ്ദേഹം ഇപ്പോഴും നിയമസഭയിൽ പ്രതിനിധീകരിക്കുകയല്ലേ? അദ്ദേഹത്തിന്റെ ആ മണ്ഡലത്തിൽ സാന്നിധ്യമുണ്ടോ ഇല്ലയോ? ഈ കാര്യങ്ങളൊക്കെ നോക്കണം. ഇപ്പോൾ ശ്രീ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൃശ്ശൂർ മണ്ഡലത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടല്ലോ. നമ്മളെല്ലാവരും തന്നെ കണ്ടതല്ലേ? അദ്ദേഹം അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതേപോലെ കൊല്ലം MLA ആയിട്ടുള്ള ശ്രീ M മുകേഷ് അവിടെ ഇല്ല, അദ്ദേഹത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ ഒക്കെ പ്രവർത്തകർ അവിടെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞതാണ്. ഞാൻ ചോദിക്കുന്നത് ഈ ഒരു സമയത്ത് പാലക്കാട് MLA കാണാനില്ല, അദ്ദേഹം മണ്ഡലത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ വ്യക്തികളോ കോൺഗ്രസിനെതിരെ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? അപ്പോൾ ഇവിടെ പ്രാഥമികമായിട്ട് അറിയേണ്ടതായിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഷാഫിയുടെ വിഷയത്തിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ ചോദ്യങ്ങളെ മറയ്ക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. ആ ചോദ്യങ്ങളിൽ ഒന്നാമത്തേത്, എത്ര കാലത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിലവിലെ സസ്പെൻഷൻ? ശ്രീ റെജിക്ക് അതിന് മറുപടി ഉണ്ടെങ്കിൽ പറയാം. 2, എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത്? അദ്ദേഹത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയാം. 3, ഏത് സാഹചര്യത്തിലാകും ഈ സസ്പെൻഷൻ ഡിസ്മിസലായി മാറുക? കാരണം സസ്പെൻഷൻ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് പുറത്താക്കുകയാണെങ്കിലോ, അതിനെ ഡിസ്മിസലാക്കി മാറ്റണമെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഇനി സമയബന്ധിതമായിട്ട് ഈ നടപടി പൂർത്തിയാക്കുമോ? എങ്കിൽ എത്രയാണ് ആ സമയം? ഈ 4 ചോദ്യങ്ങൾ വളരെ പ്രസക്തമല്ലേ? ഈ ചോദ്യങ്ങളെ കുറിച്ച് ആഭ്യന്തര അന്വേഷണമില്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ പിന്നെ താൽക്കാലികമായി പുറത്താക്കപ്പെടുന്ന ഒരാൾ എങ്ങനെയാണ് അയാളുടെ നിരപരാധിത്വം ബോധിപ്പിച്ച് അകത്ത് കയറുക? ഇനി അദ്ദേഹത്തിനെ പെർമനന്റ് ആയിട്ട് നമ്മൾ പുറത്താക്കേണ്ടതുണ്ട് എന്ന് പാർട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അന്വേഷണമില്ലാതെ എങ്ങനെയാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ സസ്പെൻഷനിലേക്ക് എത്ര കാലം വെച്ചേക്കാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യമില്ലേ? ആ ചോദ്യത്തിന് കോൺഗ്രസ് മറുപടി പറയേണ്ടതാണ്. കാരണം അത് കേവലം രാഷ്ട്രീയ താല്പര്യത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമല്ല, മറിച്ച് പാലക്കാട്ടുള്ള ജനങ്ങൾക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഇന്റൻസ് ഫൈറ്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് ഒരുപക്ഷെ ഏറ്റവും ചെറിയ മാർജിനിൽ ഒരു BJP സ്ഥാനാർത്ഥി കേരളത്തിൽ തോറ്റ വളരെ ചുരുക്കം ചില സീറ്റുകളിൽ ഒന്നായിരുന്നു പാലക്കാട്. അവിടെ ഒരു പ്രസ്റ്റീജിയസ് ഫൈറ്റ് ആണ്. ആ ഫൈറ്റിൽ 17,000-ലധികം ഭൂരിപക്ഷം നിങ്ങൾക്ക് തന്ന് BJP സ്ഥാനാർത്ഥിയുടെ മുകളിൽ കോൺഗ്രസിന്റെ ഒരു കാൻഡിഡേറ്റിനെ ജയിപ്പിച്ചിരിക്കുന്ന ജനങ്ങളോട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രതിബദ്ധത ഉണ്ടാകേണ്ടതല്ലേ? അപ്പൊ അവരെ ആരും നിയമസഭയിൽ പ്രതിനിധീകരിക്കേണ്ട എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അവർക്കൊരു MLA വേണ്ട എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഞാൻ പറഞ്ഞത് ഷാഫി പറമ്പിലിനെ ആക്രമിക്കുന്നത് ശരിയല്ല എന്നുള്ള വാദത്തിനോടൊപ്പം പൂർണ്ണമായി ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ അല്ലെങ്കിൽ അവിടെയുള്ള KPCC ജനറൽ സെക്രട്ടറി ശ്രീ ചന്ദ്രന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് യോഗം കൂടിയിട്ടില്ല എന്ന് ശ്രീ ഷാഫി പറയുന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല, പോയിട്ടില്ല, ചന്ദ്രൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ മുഖവിലയ്ക്ക് തന്നെ സ്വീകരിച്ചോളൂ.
അപ്പോൾ അവിടെ എല്ലാം നമ്മൾ കോൺഗ്രസിനൊപ്പം നിൽക്കും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതല്ലല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. പ്രധാനപ്പെട്ട വിഷയം പാലക്കാട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ MLA എപ്പോൾ കാണാൻ കിട്ടും. ആ കാര്യത്തിൽ സസ്പെൻഡ് ചെയ്തതോടുകൂടി പാർട്ടിയുടെ ഉത്തരവാദിത്വം തീർന്നു എന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണെന്നേ എനിക്ക് പിന്നെ നിങ്ങൾ ഡിസ്മിസ് ചെയ്യൂ, അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ രാജിവെക്കാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെടും. ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് ശ്രീ റെജി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു സ്ഥാനത്ത് ഒരു പദവിയിൽ ഇരിക്കുന്ന ആളിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് നമ്മൾ കേട്ടുകഴിവില്ലാത്തൊരു കാര്യമാണ്. അദ്ദേഹം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്. ശരി, ആ സ്ഥാനം എന്ന് പറയുന്നത് പാർട്ടിയിലെ ഒരു അന്വേഷണത്തിൽ അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ അത് നടക്കുമ്പോൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്റിൽ അദ്ദേഹം ഇരിക്കാൻ പാടില്ല എന്നൊരു ധാർമ്മികത മുൻനിർത്തിയിട്ടാണെങ്കിൽ അദ്ദേഹത്തിനോട് രാജിവെക്കാനായിട്ട് ആവശ്യപ്പെടാം. ശരി, അദ്ദേഹം രാജിവെച്ചു. പക്ഷെ ഞാൻ പറയുന്നത് ഒരാളിനോട് വിശദീകരണം ചോദിക്കുമ്പോൾ അയാളുടെ ഭാഗം കൂടി കേൾക്കുമ്പോൾ അയാൾ ഈ പാർട്ടിയിൽ ഒരു അംഗമാകാനേ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള വളരെ ഉയർന്ന ധാർമ്മികതയാണ് കോൺഗ്രസ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ അതേ ധാർമ്മികതയ്ക്ക് അവകാശം പാലക്കാട്ടെ ജനങ്ങൾക്കില്ലേ എന്നുള്ള ചോദ്യത്തിന് എന്ത് മറുപടിയാണ്? അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ട് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യത്തിനെ ഒഴിവാക്കിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലും ഉന്തിയും തള്ളിയും ഇത് കരക്കെത്തിക്കുക എന്നുള്ളതല്ല എങ്കിൽ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് ശ്രീ റെജിക്ക് മറുപടി ഉണ്ടോ എന്ന് എനിക്കറിയണം. ഞാനത് കോൺഗ്രസിലുള്ള പല ആൾക്കാരോടും ചോദിച്ചു, അവർക്ക് മറുപടിയില്ല. എത്ര കാലത്തേക്കാണ് ഈ സസ്പെൻഷൻ എന്നും ആ സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്നതിനോ അത് ഡിസ്മിസലാക്കി മാറ്റുന്നതിനോ ഉള്ള മാനദണ്ഡം എന്താണ് എന്നതിനെ പറ്റി എനിക്കറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് സമയത്തേക്കാവും അത് കിട്ടുക? ഇനി അഥവാ ആരെങ്കിലും ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരെ ഫോർമലായിട്ടുള്ള ഒരു പരാതി കൊടുക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണോ അദ്ദേഹത്തിനെതിരെ ഈ ഡിസ്മിസൽ നടപടിയിലേക്ക് പോവുക? അതോ ആ സമയത്ത് നിങ്ങൾ മുകേഷിനെതിരെ FIR വന്നല്ലോ, അപ്പൊ FIRന് കാത്തിരിക്കാം, കുറ്റപത്രം വന്നല്ലോ, അപ്പൊ കുറ്റപത്രത്തിന് കാത്തിരിക്കാം, ഇനി അതല്ല എങ്കിൽ ശിക്ഷ വിധിക്കട്ടെ, ശിക്ഷ വരെ കാത്തിരിക്കാം എന്നൊരു നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നിങ്ങൾ പറയുന്നത് പൊതുസമൂഹത്തിന് ബോധ്യമാകുന്നില്ല. ക്ലാരിറ്റി ഇല്ല റജി. നോക്കൂ, ഇത്